മിഥുൻ മാനുവൽ എഴുതി സംവിധാനം ചെയ്ത് ജയസൂര്യ, സണ്ണി വെയിൻ, ഷൈജു കുറുപ്പ്, ഇന്ദ്രൻസ് അങ്ങനെ ഒത്തിരി അധികം ആൾക്കാർ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ആട് 3. ആട് ഫ്രാഞ്ചൈസിയിലെ നമുക്കറിയാം മൂന്നാമത്തെ സിനിമയാണ് ആട് 3 പാർട്ട് 1. ഇനി ഒരു ഭാഗം കൂടെ വരുന്നുണ്ട് പാർട്ട് 2. അപ്പോൾ ഒരു ഫെയിലുറായ മൂവിയുടെ രണ്ടാം ഭാഗം ഹിറ്റാവുന്നു, അല്ലെങ്കിൽ തിയേറ്ററിൽ ഫെയിലായി പോയ ഒരു മൂവിയുടെ രണ്ടാം ഭാഗം ഹിറ്റാവുന്നു, അതിന്റെ മൂന്നാം ഭാഗം ഇറങ്ങുന്നു. അതും നോർമലി ഉള്ള കോമഡിയിൽ നിന്ന് അവർ ട്രാക്ക് മാറ്റി ആ ജോണറിൽ നിന്ന് ജോണർ ഷിഫ്റ്റായി ഒരു ടൈം ട്രാവലൊക്കെ അവർ ഓൾറെഡി നേരത്തെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടൈം ട്രാവൽ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഒരു വിവിധ ടൈം ലൈൻസ് കൈകാര്യം ചെയ്യുന്ന ഒരു മൂവി ആയിട്ടാണ് ഈ പടം വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഈ ഹൈപ്പുകളെല്ലാം വന്നപ്പോൾ തന്നെ പടത്തിന് എക്സ്പെക്ടേഷൻസ് അധികമായിരുന്നു. ആ എക്സ്പെക്ടേഷൻസിനെ ഒന്നും കാറ്റിൽ പുറത്താതെ തന്നെയാണ് മിഥുൻ മാനുവൽ ഈ പടം എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. 2.25 മണിക്കൂർ പടം, ആ 2.25 മണിക്കൂർ പടം തിയേറ്ററിൽ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത് നല്ല എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റിയ ഒരു അടിപൊളി എന്റർടൈനർ തന്നെയാണ് ആട് 3. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന എന്താ പറയാ ത്രില്ലർ മൂവീസ് അല്ലെങ്കിൽ സീരിയസ് ജോണറൈസിൽ നിന്ന് മാറി ശരിക്കും മലയാളികൾക്ക് ഒരു ഫീൽ ഗുഡോ അല്ലെങ്കിൽ ഒരു കോമഡി മൂവീസോ റീസെന്റ് പീരീഡ്സിൽ അങ്ങനെ കിട്ടാറുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു ടൈമിലാണ് ആട് 3യുടെ റിലീസ് അവര് ടീം പ്രഖ്യാപിക്കുന്നത്. ഹ്യൂമറിന്റെ കാര്യം പറയുമ്പോഴേക്കും എടുത്തു പറയേണ്ടത് ധർമ്മജൻ ചെയ്ത ക്യാപ്റ്റൻ ക്ലീറ്റസ് ആണ്. പുള്ളിക്കാരൻ അങ്ങ് അഴിഞ്ഞ് ആറാടിയിട്ടുണ്ട്. അതുപോലെ എന്താ പറയാ നമ്മുടെ സുധീർ കരമനയുടെ ഒരു മന്ത്രവാദിയുടെ ഒരു സീനൊക്കെ ഉണ്ട്. അപ്പൊ ആ സീനിലൊക്കെ നമുക്ക് ശരിക്കും ഓരോ ഓരോ ഡയലോഗ്സിലും ഹ്യൂമർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ്. ലൈക്ക് നമുക്ക് ഒന്ന് കേട്ട് ചിരിച്ച് തീരുന്നതിന് മുന്നേ അടുത്ത ഹ്യൂമർ അവിടെ വന്നു കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ, അതായത് ജോണർ ഷിഫ്റ്റ് എന്നുള്ള ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് പടം കുറച്ച് സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ കുറച്ച് സ്റ്റോറി എക്സ്പ്ലനേഷൻ പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലവർക്ക് ഓക്കെ ആ ഒരു ഹ്യൂമറിൽ കുറച്ച് ലാഗ് വന്നതായിട്ട് ചിലപ്പോൾ മേ ബി ഫീൽ ചെയ്യാം. ബട്ട് അത് സ്റ്റോറി ടെല്ലിങ്ങിന് അനിവാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ കാസ്റ്റിംഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൾറെഡി ഇതിനകത്തുള്ള മെയിൻ കാസ്റ്റിംഗ് എല്ലാവരെയും നമുക്ക് അറിയാവുന്നതാണ്. അതായത് ഇത് ഒരു ഫ്രാഞ്ചൈസിയിൽ വരുന്ന മൂവി ആയതുകൊണ്ട് തന്നെ ഇപ്പം ഷാജി പപ്പനായിട്ട് ജയസൂര്യ ജീവിക്കുകയാണ്. അതായത് ഇത്രയും ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ചെയ്യുന്ന മൂവി ആണെങ്കിൽ പോലും ആ ഒരു ക്യാരക്ടേഴ്സിന്റെ മാനറിസംസ് അല്ലെങ്കിൽ ഒരു ബോഡി ലാംഗ്വേജ് അതെല്ലാം അത് ഫോളോ ചെയ്യുക, അതൊക്കെ ഒരു എന്താ പറയുക ഒരു കിടിലൻ ആക്ടറിന് മാത്രമേ അതങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ പെർഫോമൻസ് പിന്നെ ഒന്നുകൂടെ എടുത്തു പറയുന്നത് വെച്ചാൽ വിനായകന്റെ പെർഫോമൻസ്. പുള്ളിക്കാരൻ ഡ്യൂഡായിട്ട് ജീവിക്കുകയാണെന്നല്ല, ശരിക്കും സുലൈമാനായിട്ട് പുള്ളി അങ്ങോട്ട് മരിച്ച് ജീവിക്കുകയാണ്. ആന്റണി എന്നൊക്കെ പറഞ്ഞ ഒരു ക്യാരക്ടറിനെ തന്നെ പുള്ളി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആൻഡ് ആ ഒരു സീനിലൊക്കെ പുള്ളി എന്താ പറയാ വിനായകൻ എന്ന് പറയുന്ന ഒരാളെ നമുക്ക് ആ ഒരു ക്യാരക്ടറിന്റെ ഒപ്പം കാണാൻ പറ്റത്തില്ല. പുള്ളി എക്സ്ട്രീംലി എന്താ പറയാ ആ ഒരു ഡ്യൂഡ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അല്ലെങ്കിൽ സുലൈമാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അല്ലെങ്കിൽ അസം ഖാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടേഴ്സിലേക്കൊക്കെ പുള്ളി എന്താ പകർന്ന് ആടിയേക്കുവാണ്. ലൈക്ക് നമുക്ക് ഒരിക്കലും വിനായകൻ എന്ന് പറഞ്ഞ ഒരാൾ ആ ക്യാരക്ടേഴ്സിൽ കാണാൻ പറ്റത്തില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. സൈജു കുറുപ്പിന്റെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ വിജയ് ബാബു ചെയ്യുന്ന സർബത്ത് ഷമീർ, സണ്ണി വെയിൻ ചെയ്യുന്ന സത്തൻ സേവർ, അല്ലെങ്കിൽ ഇന്ദ്രൻ ചേട്ടൻ ചെയ്തേക്കുന്ന ക്യാരക്ടർ. അപ്പം ഇവരെല്ലാം തന്നെ ലൈക്ക് അവരുടെ ക്യാരക്ടേഴ്സിൽ അവരത് എന്താ പറയാ എങ്ങനെയാണോ മുന്നത്തെ 2 സിനിമകളിൽ അവർ പെർഫോം ചെയ്തത് ആ രീതിയിൽ തന്നെ ആ ഒരു ക്യാരക്ടേഴ്സിന്റെ ഔട്ട് ഓഫ് ദ ബോക്സ് പോവാതെ തന്നെ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ആകെ എക്സ്ട്രാ ആയിട്ട് വന്നേക്കുന്നത് ഫുക്രു ആണ് വന്നേക്കുന്നത്. അപ്പോൾ അത് മാത്രം ഈ ഒരു ടീമില് എനിക്ക് തോന്നുന്നു ഫുക്രുവിന് 2-3 സീനിൽ അങ്ങനെ മെയിൻ ആയിട്ട് ഡയലോഗ് ഡെലിവറി ഒക്കെ ഉള്ളൂ. ബട്ട് എന്നിരുന്നാലും ഫുക്രു മാത്രം കുറച്ച് ക്യാരക്ടർ മീൻസ് ഇവരൊരു ഗ്യാങ്ങിൽ സെറ്റ് ആവാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് നമുക്ക് ഓൾറെഡി ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനും നമുക്ക് അറിയാം ഒരു ടീമായിട്ട്. അപ്പൊ പുതിയൊരാള് ആ ഒരു ടീമിലേക്ക് സെറ്റായി വരുമ്പോൾ അത് എന്താ പറയാ അത് സിങ്ക് ആവാത്ത പോലെ ഫീൽ ചെയ്തു. ശരിക്കും മൂവിയുടെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈം ട്രാവൽ സീക്വൻസ് അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെ അവർ ചെയ്യും എന്നുള്ളത് ഭയങ്കര എന്താ പറയാ എക്സൈറ്റഡ് ആയിട്ട് ചിന്തിച്ചിരുന്നതായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ ചെയ്തിരിക്കുന്ന രീതി അല്ലെങ്കിൽ ആ ഒരു ടൈം ട്രാവലിംഗിലാണെങ്കിൽ പോലും ആ ഒരു പഴയ കാലത്തിലുള്ള ക്യാരക്ടേഴ്സ് അവരുടെ ക്യാരക്ടേഴ്സും ഇപ്പോഴത്തെ ക്യാരക്ടേഴ്സിന്റെയും എന്താ പറയാ അവരുടെ ഒരു സ്വഭാവവും അല്ലെങ്കിൽ മാനറിസം തമ്മിൽ സിങ്ക് ചെയ്യണമല്ലോ ആ ഒരു സിമിലർ ക്യാരക്ടേഴ്സിന്റെ. അപ്പൊ അതെല്ലാം അവർ കണക്ട് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സ്വഭാവങ്ങൾ കണക്ട് ചെയ്തേക്കുന്നത് അതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ VFX ചെയ്ത ആൾക്കാർ ആ ഒരു VFX ടീം ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയാൽ VFX ചെയ്തിരിക്കുന്ന ഒരു വലിയ ടീം തന്നെയാണ്. ആ ഒരു ടീം
ഭയങ്കര അപ്രിഷിയേഷൻ അർഹിക്കുന്നവരാണ്. കാരണം ആ ഒരു പഴയ കാലഘട്ടത്തിലുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നത്. പിന്നെ സജി കുറുപ്പൊക്കെ കുതിരവേയിൽ വരുന്നൊരു ഷോട്ടൊക്കെ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ലൈക്ക് അവർ ഗ്രീൻ സ്റ്റുഡിയോയിലോ എല്ലാം വെച്ച് ഷൂട്ട് ചെയ്തിരിക്കുന്ന ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് അത് അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ സിനിമാറ്റോഗ്രാഫേഴ്സ് ഔട്ട് ഓഫ് ദ ലെവൽ. ശരിക്കും ഒരു ഹ്യൂമർ ജോണറിലുള്ള ഒരു മൂവി, ആ ഒരു മൂവിയുടെ ഈ ഒരു പാർട്ടിൽ അവർക്ക് ഇത്രയും ആ ഒരു പീരീഡ് ടൈം അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു നല്ലൊരു ഹിസ്റ്റോറിക്കൽ മൂവി ഈ ഒരു ടീം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ഔട്ട് ഓഫ് ദ ബോക്സ് വേറെ ലെവലായിട്ട് നിൽക്കും. കാരണം അത്രയും സൂപ്പറായിട്ടാണ് അവർ ആ കാലഘട്ടം അവര് ചിത്രീകരിച്ചാണ്. ആർട്ട് ടീം ആണെന്നുണ്ടെങ്കിലും അതുപോലെ മീൻസ് ഓരോ ഡീറ്റെയിലിങ്സ് ആണെന്നുണ്ടെങ്കിലും അവർ ചെയ്തിരിക്കുന്നത് നമുക്ക് ലൈക്ക് ഒരു ഫ്രെയിം നമ്മൾ കാണുമ്പോഴേക്കും ശരിക്കും റിപ്പീറ്റഡ് വാല്യൂ അതുകൊണ്ട് തന്നെ പടത്തിനുണ്ട്. ഒരു ഫ്രെയിം നമ്മൾ കാണുമ്പോഴാണെങ്കിൽ പോലും അതിന്റെ ക്യാരക്ടേഴ്സ് അല്ലാതെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട്സിൽ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങൾ, ചില പെയിന്റിങ്സ്, അതിൽ കൊടുത്തേക്കുന്ന ഡീറ്റെയിലിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൂവിയിൽ ശരിക്കും എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാർ, VFX ചെയ്തിരിക്കുന്ന ആൾക്കാർ, സിനിമാറ്റോഗ്രാഫേഴ്സ്, അവരൊക്കെ സൂപ്പർബായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ശരിക്കും നല്ലൊരു ഡയറക്ടറിന്റെ കീഴിൽ നല്ലൊരു ടീം വന്നു കഴിയുമ്പോഴേക്കും നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും എന്ന് പറയുന്നത് ഇതാണ്. മ്യൂസിക് കമ്പോസിംഗ് നമുക്കറിയാം ഷാൻ റഹ്മാൻ ആണ് ചെയ്തിരിക്കുന്നത്. അത് പുള്ളിക്കാരൻ നേരത്തെ ചെയ്ത ആദ്യത്തെ ഭാഗങ്ങളിലുള്ള ഓരോ ആൾക്കാരുടെ ക്യാരക്ടർ ഇൻട്രോയൊക്കെ കുറച്ചും കൂടെ ഒന്ന് മോഡ് ചെയ്തിട്ട് ചെയ്ത പോലെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയാണ്. ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് എല്ലാം സൂപ്പറാണ്. പിന്നെ ഒരു ഐറ്റം ഡാൻസ് വരുന്നുണ്ട്, വേദിക ഉള്ള ഒരു ഐറ്റം ഡാൻസ് വരുന്നുണ്ട്. ആൻഡ് ഒരു ഐറ്റം ഡാൻസ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ലൈക്ക് എല്ലാവരും ഒരു കോസ്റ്റ്യൂം, ലൈക്ക് കോസ്റ്റ്യൂമും അവരുടെ ഒരു കൊറിയോഗ്രാഫിയും, ലൈക്ക് അത് നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല ഒരു ഓളം ഉണ്ടായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ നമുക്കറിയാം ആടില് നമ്മൾ ഓരോ ആൾക്കാർക്കും ഓരോ ഇൻട്രോ സോങ്സ്, ഓരോരുത്തർക്കും സെപ്പറേറ്റ് ഇൻട്രോ ഉണ്ടായിരുന്നു മെയിൻ ക്യാരക്ടേഴ്സിനെല്ലാം. അപ്പൊ ഈ തേർഡ് പാർട്ടിലേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിന് അവരുടെ ഇൻട്രോ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു മെയിൻ ക്യാരക്ടേഴ്സിന്റെ ഇൻട്രോ അതിൽ എടുത്തു പറയേണ്ടത് ശരിക്കും ഡ്യൂഡിന്റെ സെക്കൻഡ് ഇൻട്രോ, അതുപോലെ ലൈക്ക് ഓരോ ക്യാരക്ടേഴ്സിന്റെയും രണ്ട് ടൈം ലൈനിലുള്ള ഇൻട്രോ എല്ലാം ഉണ്ട്. അതൊക്കെ വേറെ ലെവലായിട്ട് ലൈക്ക് ഇങ്ങനെ ഒരു സ്റ്റോറി ഈ ഒരു ഹ്യൂമർ ജോണറിൽ നിന്ന് കൊണ്ടുവന്ന് ഈ ടൈം ലൈൻ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്, ആ ഒരു സ്റ്റോറിയൊക്കെ മിഥുൻ മാനുവലിന് ഹാറ്റ്സ് ഓഫ് പറഞ്ഞേ പറ്റത്തുള്ളൂ. അതെല്ലാം പുള്ളി നല്ല അടിപൊളിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ മൂവി ശരിക്കും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം നമുക്കറിയാം ശരിക്കും നമുക്ക് ഓളം വെച്ച് കാണാൻ പറ്റുന്ന ഒരു ഫ്രാഞ്ചൈസിയാണ് ആടിന്റെ ഫ്രാഞ്ചൈസി. അതിന്റെ ഹ്യൂമർ കണ്ടന്റ്സ് അത്രയും ഉണ്ട്. അപ്പോൾ അത് ഓൾറെഡി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് ടൈം ലൈൻസ് മാറുന്നതുകൊണ്ട് തന്നെ ആ ഒരു പഴയ പീരീഡ് കാണിക്കുമ്പോഴേക്കുള്ള കാര്യങ്ങൾ അത് ബിഗ് സ്ക്രീനിൽ തന്നെ കണ്ടേ പറ്റത്തുള്ളൂ. സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു വിജയ് ബാബു. ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ GCCയിൽ നടക്കുന്ന ടൈമിൽ പോലും മൂവിയുടെ റിലീസ് ഇവിടെ ഗൾഫ് രാജ്യങ്ങളിൽ വെച്ചതിന് ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ദ ഹോൾ ടീം. സൂപ്പർ വർക്ക്. ശരിക്കും എക്സൈറ്റഡ് ആണ്. അതിന്റെ ക്ലൈമാക്സ് അതേപോലെയാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ആട് 3 പാർട്ട് 2 വരവിനായിട്ട് ശരിക്കും എക്സൈറ്റഡ് ആണ്. അപ്പോൾ പുതിയ സിനിമകളുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.